ഹായ് ഗേസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസമെത്തി. പാത്തുൻ്റെ മംഗലം രാവിലെ തന്നെ അവളെ മേക്ക് ഓവർ ചെയ്തെടുക്കലാന്ന്. ഒക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് മേക്ക് ഓവർ ബൈ ഏജിൽ എന്ന് പറയുന്ന ഒരു മേക്ക് ഓവറാണ്. ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യ്. അതെൻ്റെ കസിനും കൂടിയാണ്. ഓൾ ഒരുങ്ങിയിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല സുന്ദരിയായിട്ട് മണവാട്ടി ആയിട്ടുണ്ട്. ഇതാണ് ഓളെ ഫൈനൽ ലുക്ക്. രാവിലെ തന്നെ പിന്നെ ഫുൾ ഫോട്ടോഷൂട്ടായിരുന്നു. തിരക്കിനിടയിൽ ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുറച്ചെടുത്ത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഉപ്പാൻ്റെ ആൾക്കാരാണ് ചമയിച്ചിട്ടുള്ളത്. പിന്നെ ആൽബമൊക്കെ ആക്കുന്നതുകൊണ്ട് ഓളെ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടേനു. പിന്നെ ഓരോ ആൾക്കാരായിട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാനും ഓളപ്പുരം നിന്ന് ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടേനു. പിന്നെ യൂട്യൂബിലിടാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുത്തതാണ്. ഇനി ആജുവിനെ കാണിച്ചു തരാം. ഇതാണ് ആജുവിൻ്റെ ഡ്രസ്സ്. ഓളെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഓൾ നല്ല ചിരിച്ചിട്ട് നിന്നിരുന്നുണ്ട്. പിന്നെ ഓൾ ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടേനു. പാത്തുവിനെ നിക്ക് വായിൽ വെച്ച് കൊടുത്ത്. പിന്നെ ജനു ആയിഷൊക്കെ ഇരുന്നിട്ട് കണ്ടേരാ അവരെയും ഒന്ന് വീഡിയോ എടുത്ത്. പാത്തുവിൻ്റെ ചെക്കൻ വരാനായിട്ടുണ്ട്. ചെക്കൻ വരാനായതുകൊണ്ട് തന്നെ റൂമെല്ലാം അടിച്ചു വാരി റൂം പൂട്ടാൻ പോക്കാൻ. പാത്തു ഇതാ ഓളെ ചെക്കൻ വരുന്ന എത്തി നോക്കലാന്ന്. ഇതിൽ ഞാൻ വെയിറ്റിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് ഓളെ ചെക്കൻ. പിന്നെ കുറേ സമയം അവര് പാട്ടൊക്കെ പാടി. ഇപ്പൊ വൈകുന്നേരമാണ് നിക്കാഹ്. ഇനി നിക്കാഹ് ചെയ്യാൻ പോക്കാണ്. മുന്നിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. എന്നെപ്പോലെ നിക്കാഹ് ചെയ്യുന്നത് ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ട്. ഓക്ക് കാണേണ്ടോണ്ട് വീട്ടിൽ തന്നെയായിരുന്നു നിക്കാഹ്. أزوجك على ما أمر الله به من إمساك بمعروف أو تصريح بإحسان. زوجتك بنتي فاطمة السهلة بمهر هذا الحل. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ പാത്തുവിന്റെ നിക്കാഹ് കഴിഞ്ഞ്. ക്യാമറമാനും എല്ലാവരും മുന്നിലുള്ളതുകൊണ്ട് അങ്ങനെ ക്ലിയർലി കിട്ടുന്നില്ല. എന്റെ മകൾ ഫാത്തിമത്ത് സഹല എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി തന്നു. ഫാത്തിമത്ത് സഹല എന്നവളെ ഈ സ്വർണ്ണാഭരണം. അപ്പൊ ഇത്ര സമയം ആദ്യം ഓർക്കേനു. ആദ്യം നിക്കാഹ് കട മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ ഓക്ക് കൊടുത്ത മഹർ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. ഇതാണ് ഓളെ മഹർ. പിന്നെ നമ്മൾ ഓളോട് അങ്ങേക്ക് പോകുമ്പോ കരിയോന്ന് ചോദിക്കലേനു. ഓളൊന്നും പറയുന്നില്ല. പിന്നെ നിക്കാഹ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന ആ സംഭവം ആക്കിയിട്ടുണ്ടേനു. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പാത്തു തന്നെയാണ്. ഇത് തുറന്ന് കാണിച്ചുതരാം. ഇതോൻ്റെ അവർ ചമയിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ പാത്തു പോക്കാന്ന്. പിന്നെ ഓള് ഇറങ്ങുമ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഓള് ചെറുങ്ങനെ കരഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഇതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ. ബസ്സിൽ പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ടാറ്റാ.